എൻ്റെ സന്തോഷത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പൗരോഹിത്യം എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് പഠിക്കുക, നയിക്കുക, വിശദീകരിക്കുക. എപ്പോഴും എൻ്റെ ആഭിമുഖ്യം അജപാലന ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെറുപ്പം മുതൽ തന്നെ ഇടവകയായിട്ട് ബന്ധം അത് സ്വാധീനിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നമുക്ക് അംഗങ്ങളാകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാൻ സാധിക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുൻ മെത്രാപ്പോലിത്തയായിരുന്ന അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം കോട്ടയം ജില്ലയിലെ പുന്നത്തുറ കൊങ്ങാണ്ടൂർ പെരുന്തോട്ടം വീട്ടിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ ഇളയ മകനായി 1948 ജൂലൈ 5 ജനനം. വീടിനടുത്തുള്ള പുന്നത്തുറ സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിന്നീട് ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ സെയിൻറ്റ് ബെർക്കുമാൻസ് കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. പിന്നീട് ചങ്ങനാശ്ശേരി സെയിൻറ്റ് തോമസ് പെറ്റി സെമിനാരി, വടവാതൂർ സെയിൻറ്റ് തോമസ് അപ്പസ്തോലിക സെമിനാരി എന്നിവിടങ്ങളിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. പിന്നീട് ഉപരിപഠനത്തിന് റോമിലേക്ക് പ്രശസ്തമായ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. പിന്നീട് തിരിച്ചു വന്ന് 1974 ഡിസംബർ 18 അന്നത്തെ സഹായമെത്രാനായിരുന്ന മാർ ജോസഫ് പവോത്തിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ സന്ദേശ നിലയത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് വടവാതൂർ സെമിനാരിയിലും മങ്ങാനം മിഷണറി ഓറിയന്റേഷൻ സെൻറ്ററിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് പ്രശസ്തമായ ചങ്ങനാശ്ശേരി മാർത്തോമ വിദ്യാനികേതൻ സ്ഥാപിക്കാൻ പ്രധാന പങ്കുവഹിച്ചു. 2002 ഏപ്രിൽ 24 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി സ്ഥാനമേറ്റു. മെയ് 20 അഭിഷേകം ചെയ്യപ്പെട്ടു. മാർ ജോസഫ് പൗത്തിൽ വിരമിച്ചതിന് ശേഷം 2007 ജനുവരി 22 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി സ്ഥാനമേറ്റു. മാർച്ച് 19 മെത്രാപ്പോലിത്തയായി സ്ഥാനാരോഹണം ചെയ്തു. 75 വയസ്സായതിനെ തുടർന്ന് 2024 ഓഗസ്റ്റ് 30 ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ചു. പ്രവാസി അപ്പസ്റ്റലേറ്റ്, എക്യുമെനിസം തുടങ്ങിയ മേഖലകളിൽ സജീവമായ നേതൃത്വം നൽകാൻ പിതാവിന് കഴിഞ്ഞു. മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. പിതാവയുടെ ശബ്ദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന ഈ സമയത്ത് പിതാവിന് പഴയ കാലത്തേക്കൊക്കെ ഒന്ന് പോകാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പം പിതാവിൻ്റെ ഒരു കുട്ടിക്കാലം, മാതാപിതാക്കൾ, കുടുംബം, അതേപോലെ ഈ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ച ആ നിമിഷം, കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാലോ? ഞങ്ങളുടേതൊരു സാധാരണ കാർഷിക കുടുംബം. അങ്ങനെ ഒരു ചെറുകിട കർഷകൻ എന്ന നിലയിൽ പിന്നെ അധ്വാനിച്ച് ആണ് എൻ്റെ ചാച്ചൻ ഞങ്ങളുടെ കുടുംബത്തെ പുലർത്തിയത്. 6 മക്കളാണ്. ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. പേരൻസ് ആണെങ്കിലും വളരെ ഭക്തരായ പേരൻസാണ്. ഫാദർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഞാനും ഫാദറിൻ്റെ കൂടെയാണ് പിന്നെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫാദറിൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ശരി. അങ്ങനെയൊക്കെയുള്ളൊരു വേറെ ദൂരേക്ക് യാത്രയോ അങ്ങനെ ചെയ്തിട്ടില്ല. വീട് ഇടവപ്പള്ളി. പള്ളിയോട് വലിയൊരു അടുപ്പമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് ആത്മ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനതേപ്പറ്റി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചിന്തയോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആരെങ്കിലും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ആഗ്രഹം ഉള്ളതായിട്ട് ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ്. ഓക്കെ. ഞാനിങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ദൈവവിളിയെക്കുറിച്ച് ആഗ്രഹിച്ച് അങ്ങനെ അച്ഛനാകണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. ശരി. അത് ഞാൻ കണ്ടെത്തുമായിരുന്നു. പക്ഷേ ആഗ്രഹമുള്ളതായിട്ട്. പക്ഷെ അത് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. വീട്ടിൽ പോലും ആരോടും പറഞ്ഞിരുന്നില്ല. അവസാനം വരെയും പറഞ്ഞിരുന്നില്ല. എൻ്റെ 10ാം ക്ലാസ് ആകുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതുന്ന ആ അവസരത്തിലാണ് വാസ്തവത്തിൽ വീട്ടിലും ഞാനത് പറയുന്നത്.
വീട്ടുകാരെന്നോടും പറഞ്ഞിട്ടുമില്ല. പോകണമെന്നും പറഞ്ഞിട്ടില്ല, പോകണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ ഇതാണ് ദൈവവിളി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിളി നമ്മളെ ചോദിച്ചു വാങ്ങുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നമുക്ക് നമുക്ക് നൽകപ്പെടുന്നതാണ്. ദൈവം നമുക്ക് നൽകുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ മിക്കവാറും അച്ഛനായിരിക്കും എന്നുള്ള ധാരണ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അവരും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചങ്ങ് പോകും, അത്രയല്ലാതെ ഞാൻ മറുപടിയും പറഞ്ഞിരുന്നില്ല. ഒരു നീണ്ട അജപാലന ശുശ്രൂഷയാണല്ലോ, 50 വർഷത്തെ അല്ലേ ഏകദേശം. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ കാണും, സന്തോഷത്തിൻ്റെതായിട്ടുള്ള നിമിഷങ്ങൾ. എങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മ. ഞാൻ 51 വർഷം കഴിഞ്ഞു വൈദികനായിട്ട്. 51 വർഷം കഴിഞ്ഞു. പ്രത്യേക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച ആ ഒരു നിമിഷം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തോന്നുന്നത്. എൻ്റെ സന്തോഷത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പൗരോഹിത്യം എന്നുള്ളതാണ്. ഈ റോമിലെ പഠനമൊക്കെ ഈ ലോകവീക്ഷണത്തെയൊക്കെ എങ്ങനെയാണ് ഒരു സ്വാധീനം ചെലുത്തിയത്? പക്ഷേ ആദ്യമായിട്ട് ഞാൻ കേരളത്തിന് പുറത്തല്ല, പിന്നെ വിദേശത്തേക്ക് ആദ്യമായിട്ടുള്ള എൻ്റെ യാത്രയാണ് അന്ന് റോമിലേക്കുള്ള പഠനത്തിന് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. വാസ്തവത്തിൽ റോമിലെ യാത്രയിൽ ഒരു അന്തർദേശീയ സമൂഹമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ പിന്നെ ആ വൈവിധ്യം, സംസ്കാരങ്ങളുടെ വൈവിധ്യം, ആളുകളുടെ ആ സ്വഭാവത്തിൻ്റെ വൈവിധ്യം, സമീപനങ്ങൾ, പക്ഷെ എല്ലായിടത്തും മൂല്യങ്ങളുണ്ടെന്നുള്ളതാണ്. എല്ലാ സംസ്കാരങ്ങളിലും മൂല്യങ്ങളുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൽ പുരുഷന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരേ മൂല്യങ്ങളിൽ പുലർത്തുന്ന ആൾക്കാരെ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വലിയൊരു ഹൃദയ ബന്ധമുണ്ടാകും. അതാണ് ശാശ്വതമായ ഒരു സ്വാഭാവികമായ ഒരു ഹൃദ്യമായ ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ, നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും പരിചയപ്പെടാത്ത ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, പക്ഷേ അവരുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവരുടെ ചില കാഴ്ചപ്പാടുകൾ, അവരുടെ രീതികൾ, അതൊക്കെ നമുക്കത് വളരെ അഭികാമ്യമായിട്ട് തോന്നും. അങ്ങനൊരു ബന്ധമുണ്ടാകും. 2007 ചങ്ങനാശ്ശേരി അതിരൂപയുടെ മെത്രാപ്പോലിത്തയായിട്ട് വരുന്നു. അപ്പം പൗത്തിൽ തിരുമേനി കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പം എന്തായിരുന്നു ആ സമയത്തെ ഒരു വെല്ലുവിളി എന്ന്? ഞാൻ വൈദികനായ കാലം മുതൽ, അല്ലെങ്കിൽ സെമിനാരിയിൽ ആയിരിക്കുന്ന കാലം മുതൽ തന്നെ എപ്പോഴും എൻ്റെ ആഭിമുഖ്യം അജപാലന ശുശ്രൂഷ എന്നുള്ളത് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട്, അത് ചെറുപ്പം മുതൽ തന്നെ ഇടവകയുടെ ബന്ധം അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടവക ശുശ്രൂഷ, ഇടവകയിലെ അജപാലന പ്രവർത്തനങ്ങൾ, അതായിരുന്നു എനിക്ക് സെമിനാരി പഠനകാലത്തും വൈദികനായതിനു ശേഷവും എൻ്റെ പ്രയോറിറ്റി അതായിരുന്നു. പക്ഷെ അത് എനിക്കതനുസരിച്ച് അവസരം കിട്ടുകയും ചെയ്തു. കാരണം ഞാൻ വൈദികനായിരുന്ന അവസരത്തിൽ രൂപതാ തലത്തിൽ ഞാൻ പിന്നെ മതബോധനത്തിൻ്റെ ഡയറക്ടറായിരുന്നു, സന്ദേശത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അതിരൂപത ക്രിസ്ത്യൻ വർക്കേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്കേഴ്സ് മൂവ്മെന്റ് എന്നുള്ളത്. അങ്ങനെ അതനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രൂപതയിലുടനീളം എല്ലാ ഇടവുകളിലും കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അപ്പോൾ ആളുകളായിട്ട് അങ്ങനെ ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ട് എനിക്ക് അജപാലന ശുശ്രൂഷ എന്ന് പറയുന്നത് പുതിയ ഒരു ഇതായിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആ അതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളുടെ, എൻ്റെ ആ പരിചയത്തിൽ അതിൻ്റെ ഒരു കണ്ടീഷനിറ്റി, അത് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദൈവവിളി എന്ന രീതിയിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ അത് ഭയപ്പെടുത്തിയില്ല, എങ്കിലും അതിനെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതേസമയം എൻ്റെ മുൻകാല ഭഗവതിപിതാവ് കുറച്ചുകൂടെ ഈ അന്തർദേശീയ തലത്തിലും മുതലൊക്കെ കൂടുതൽ ആ തലത്തിൽ നല്ലതായിരിക്കും. എനിക്കതിനോട് അങ്ങനെ ഒരു വലിയ ആഭിമുഖ്യം എനിക്കില്ല. എനിക്ക് രൂപതയിൽ ഒതുങ്ങി രൂപതയുടെ കാര്യങ്ങൾ, രൂപതയുടെ ഇടവുകളുമായിട്ട് ബന്ധപ്പെട്ട് മെത്രാൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. അതാ രൂപതയുടെ വിഭജനത്തെ നയിക്കുക, ശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, അത് ഇടവകകളെ കേന്ദ്രീകരിച്ച് അതിനുണ്ട് ആഭിമുഖ്യം. അത് പിന്നെ ആ ദൗത്യത്തില് പിതാവ് വലിയൊരു വിജയമായിരുന്നു എന്നുള്ളത് വിശ്വാസ സമൂഹം തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണ്.
എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നിപ്പം ഇത്രയും ഒരു അജപാലന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇന്ന് സഭ നേരിടുന്ന ഇപ്പം ബാഹ്യമായിട്ട് ഒത്തിരിയും കാര്യങ്ങളിൽ നമ്മൾ അല്ലേ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ, പക്ഷേ ഒരു ആന്തരികമായിട്ടുള്ളൊരു വെല്ലുവിളി എന്താണെന്നാണ് പിതാവ് കരുതുന്നത്? അതേപ്പറ്റി ഞാനും ഈ വാസ്തവത്തിൽ ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിലെ സഭ വളരെ മറ്റുള്ളവരുടെ ദൃഷ്ടി വളരെ ശക്തമാണെന്ന് തോന്നിക്കുന്നുണ്ട്. നല്ല ഘടനയുണ്ട്, മറ്റുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സ്ട്രക്ചറുണ്ട് സഭയ്ക്ക്. പിന്നെ എങ്കിലും നമ്മൾ ഈ പഴയ കാലത്തുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പൂർവികരുടെ ഒരു ആധ്യാത്മികത, പ്രത്യേകിച്ച് നമ്മുടെ മാർത്തോമാ സ്രാനികളായിരിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആ മാതാക്കളുടെ പഴയ തലമുറകളുടെ ആ വിശ്വാസ ജീവിതവും അവിടെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കാണുമ്പോൾ അത്രയൊരു ഡെപ്ത് ഇന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിസ്തുർബാനയോടുള്ള ഭക്തി, ഉദാസനോടുള്ള ഭക്തി, അതൊക്കെ ആചരിക്കുന്ന രീതി, പ്രാർത്ഥനയിൽ കാണിക്കുന്ന ശുഷ്കാന്തി, കുടുംബ പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അവർ കാർക്കശ്യത്തോടുകൂടെ നിർവഹിച്ചിരുന്നു. അത് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് സഹായകരമായിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ പലരുടെയും ഇന്ന് കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിനു പുറകെ ഒന്നായിട്ട് ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. 3 കൺവെൻഷൻസ് പരിപാടി ഇതെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു വ്യക്തികളുടെ ഒരു ആധ്യാത്മികതയിൽ അതനുസരിച്ചുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ച് ഊരുപ്ലവമായി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ കാര്യസത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, അത് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വിശേഷം. ഇപ്പം വിശുദ്ധരോടുള്ള മുടക്കമുണ്ട്. പക്ഷേ വിശുദ്ധരോടുള്ള നമ്മൾ തിരുനാൾ ആഘോഷം ധാരാളം പൊടിപൂരമായിട്ടാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ആന്തരിക ചൈതന്യം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതൊക്കെ ഒരു പുറമേ കാണിക്കാൻ അങ്ങനെ സംതൃപ്തി, ഒരു ബാഹ്യമായ സംതൃപ്തി ലഭിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. ശരി. പിതാവേ, ഇപ്പം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും എൻ്റെ ശക്തി എന്ന് പറയുന്ന യുവജനങ്ങളാണ് ശരിക്കും. ഈ യുവജനങ്ങൾ ഇന്ന് സഭയോട് ചേർത്ത് നിർത്താനായിട്ട്, അല്ലെങ്കിൽ സഭയിൽ നിന്ന് കുറച്ച് അകന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് അവരെ ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് പറ്റുന്നത്? പിതാവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യുവജനങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടല്ല, അല്ലാതെ തന്നെ അവർക്ക് സ്വയം പ്രേരിതമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അതേസമയം പിന്നെ കുറേ യുവജനങ്ങളെ സഭയോട് ഒരു ബന്ധം, ഒരു അകൽച്ച പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യുവജനങ്ങളെ തിരിച്ച് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം അവരൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അവർ സഭയാണ് എന്നുള്ളതാണ്. അവർ സഭയുടെ ഭാഗമാണ്. അല്ലാതെ സഭയെ ദൂരം മാറി നിന്ന് നോക്കിയാണോ അല്ല ചെയ്യുന്നത്. അവർ സഭയുടെ ഭാഗമായിട്ട് അവരെ തന്നെ മനസ്സിലാക്കണം. ആ ഒരു അവയർനെസ് കൊടുക്കണം. പിന്നെ സഭ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ബുദ്ധി അവർക്ക് കൊടുക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുവാൻ സഭയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിലാണ് അതിന് പരിഹാരം ഉണ്ടാവുക എന്നുള്ള ഒരു ബോധം, ഒരു അവയർനെസ് അവർക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. പിതാവ്, ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ യുവാക്കളൊക്കെ നാടുവിടുന്ന അല്ലെ വലിയൊരു കുടിയേറ്റം സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പിതാവ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇത് മറ്റേ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ, ഇപ്പോൾ അമേരിക്ക, കാനഡ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ് പോയവർ ഇവിടുത്തെ കുടുംബത്തെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നു. അപ്പം നമ്മുടെ വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പം അത് നമ്മുടെ വിശ്വാസത്തെ കാര്യമായിട്ട് ബാധിക്കല്ലേ? അത് കുറച്ചൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ നമ്മുടെ എല്ലാ ഇടവുകളിലും ഒത്തിരി കുടുംബങ്ങൾ ആളില്ലാതെ കിടക്കുന്നു എന്നുള്ള. നല്ല ഒന്നാന്തരം ഭവനങ്ങൾ പടുത്തുയർത്തപ്പെടുന്നുണ്ട്, പക്ഷെ അവിടെ താമസിക്കാൻ ആളില്ല. അവിടെ ഭാവിയിൽ ആരെങ്കിലും വന്ന് താമസിക്കുമെന്നുള്ള സംശയമുണ്ട് ഈ കുടുംബത്തിൽപ്പെട്ടവർ. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കുടിയേറ്റങ്ങൾ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആദ്യം മുതൽ തന്നെ കുടിയേറ്റങ്ങൾ അതിൻ്റെ ഭാഗം. പക്ഷേ പണ്ടൊക്കെ 1-2 മക്കൾ പുറത്തു പോയാലും ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു. 8, 10, 5, 6 ഒക്കെ മക്കളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 1-2 പേര് പുറത്തു പോയാലും പ്രശ്നമില്ല. കാരണം അത് ഒരു സഭയ്ക്ക് ആഗോളതലത്തിൽ ഒരു വലിയൊരു ശക്തിയാണ്. അത് നമുക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അതേസമയം ഇന്നിപ്പം 1-2 പേര് അല്ലെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും പുറത്തേക്ക് പോകണം എന്നുള്ളൊരു വ്യഗ്രത. അതിൻ്റെ അർത്ഥം നമ്മുടെ സഭയുടെ പിള്ളത്തൊട്ടിലായ കേരളത്തിൽ നമ്മുടെ സഭ നാമാവശേഷമായി തീരുന്ന ഒരവസ്ഥ മുന്നിൽ കാണുകയാണ്. ഇന്നത്തെ രീതി തുടരുകയാണെങ്കിൽ
അതുകൊണ്ട് പിന്നെ ഇനി പുറത്തു പോയാലും അവിടെ നമുക്ക് നമ്മുടെ സഭാ സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ ജീവിക്കാൻ സാധിക്കുവാണെങ്കിൽ അത്രയും ആശ്വാസമാണ്. അതൊത്തിരി സാധിക്കുന്നുണ്ട്. നമുക്ക് കുറേയൊക്കെ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മുടെ ആ സാന്നിധ്യം മറ്റേ ആ പ്രദേശത്തും ഒത്തിരി ഉന്മേഷം പകരാൻ സാധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് കാര്യമാണ്. നമ്മുടെ നമ്മുടെ സഭയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആഗോള സ്ഥലത്തിൽ. അതേസമയം അത് നമ്മുടെ വേര് അർത്ഥമുണ്ടാകാൻ പാടില്ല. ആ ഒരു എനിക്ക് അത്തരത്തിലുള്ള ഒരു ബോധ്യം നമ്മുടെ യുവജനങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് സാധ്യതകൾ കണ്ടെത്തണം. അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കുക. ഇവിടെയും ജോലി കണ്ടെത്താനും ജീവിക്കാനുമുള്ള സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. പിതാവ് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മക്കൾ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 25 വർഷം മുമ്പ് ഡോക്ടർ സക്കറിയയുടെ ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ കൈകളിൽ എത്തിയതാണ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഒരു പാഴ്സി കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായ അതേ ദുരന്തം ഭാവിയിൽ നമുക്കുണ്ടാകുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് കുറച്ച് നിസ്സംഗരായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സഭ ഇങ്ങനെ നമ്മുടെ ഒരു കുടുംബങ്ങളിലെ അംഗങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായോഗികമായിട്ട് ഏത് തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറയാം. സഭ ഇന്ന് ഈ ഒരു പ്രതിസന്ധി തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോ ലൈഫ് മൂവ്മെന്റ്, പിന്നെ ഫാമിലി അപ്പോസ്ലേറ്റ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ ഈ മനുഷ്യജീവൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ തന്നെ നേരിട്ട് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ പിന്നെ ആദരിക്കുകയും അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ മാമോദിസയ്ക്ക് പോവുകയും ആ രീതിയിലൊക്കെ. നേരത്തെ കൂടുതൽ മക്കളുണ്ടാകുമെന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണെന്നുള്ള ചിന്തയുണ്ടായി. എനിക്കറിയാം ചില യങ് ഫാമിലീസ്, യങ് അമ്മമാർ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മായിമാർ സമ്മതിക്കുകയില്ല മക്കളുണ്ടാകാനായിട്ട്. അങ്ങനെയുള്ളത് അപ്പം ഇന്ന് അതെക്കുറിച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇന്ന് പലപ്പോഴും പള്ളിയിൽ പോകുമ്പം ഈ അമ്മ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ മക്കൾ ഉണ്ടായേനെ, ഇങ്ങനെ നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം അങ്ങനെ ഒരു പ്രൊമോഷൻ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അല്ല, അത് ഈ പിതാക്കന്മാരും വൈദികരും ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ വിശ്വാസ സമൂഹം ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതെ. ഇതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും പാവപ്പെട്ട ഒത്തിരിയും ജനങ്ങൾ, പ്രത്യേകിച്ചും കർഷകർ, ഇപ്പം സഭ അവരുടെ പ്രശ്നങ്ങളിൽ കുറേ കൂടെ സജീവമാകേണ്ടതില്ലേ എന്നൊരു തോന്നലുണ്ടോ ഈ കർഷകരുടെ സഭ എന്ന് പറയുമ്പോൾ? സഭയിൽ ബഹുഭൂരിപക്ഷവും കർഷകരാണല്ലോ. സഭയിൽ തന്നെ ബഹുഭൂരിപക്ഷം കർഷകരാണ്. കാർഷിക വൃത്തിയിലൂടെയാണ് ഇവിടെ നമുക്കൊരു നല്ലൊരു സഭ ഒരു അടിത്തറ പാകിയതും കാർഷിക കുടുംബങ്ങളാണ്. അതുകൊണ്ട് ഈ കർഷകരുമായി സഭ ഇപ്പോഴും ആ ബന്ധത്തിലാണ് വാസ്തവത്തിൽ. പക്ഷേ ഇന്ന് ചില പ്രദേശങ്ങൾ, ഉദാഹരണം കുട്ടനാട് അല്ലെങ്കിൽ ഹൈ റേഞ്ച്, അവിടെ സ്ഥലങ്ങളിൽ ഇന്ന് പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കർഷകർ. അങ്ങനെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം നേരിട്ട് കുട്ടനാട്ടിലേക്ക് കാര്യം ഗമനിക്കുമ്പോൾ ഈ കർഷകരെ ഒന്ന് സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് നേരിടുന്ന ഒരു പ്രശ്നം. വൈദികരെ മുന്നോട്ട് ഇറങ്ങിയാൽ തന്നെ, നേതൃത്വം കൊടുക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ പോലും കർഷകരെ ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നും പോരാടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെയൊക്കെ ഒരു നിസ്സംഗത, അതിനെതിരായിട്ട് കർഷകർ ഒന്നിക്കേണ്ടതായിട്ടുണ്ട്. കർഷകരെ ഒന്നിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് നേരിട്ട ഒരു പ്രശ്നം. അതാണ് ഒരുമിച്ച് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി പോരാടുവാൻ സാധിക്കുന്നില്ല. അപ്പം രാഷ്ട്രീയം അതിന് വിരുദ്ധമായിട്ട് വരുന്നു. മാനസികമായി ഒരുമിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ആണ് ഇന്ന് വലിയൊരു ബലഹീനതയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനുപരിയായിട്ട് കർഷകർ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഈ ഇൻഫാം പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ കർഷകരും അതനുസരിച്ച് ഒന്നും കൂടെ ഉണർന്ന് എഴുന്നേറ്റ് ഒരുമിച്ച് നിന്ന് പിന്നെ കാര്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സെക്യുലറിസത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പിതാവിൻ്റെ ഒരു ശൈലി അനുസരിച്ച് മറ്റ് മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, സൗഹൃദം ഊഷ്മളമായിട്ട് നിലനിർത്താനായിട്ടുള്ള
പ്രയത്നങ്ങൾ പിതാവിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിതാവിന് അതിനോടുള്ളൊരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ? എനിക്ക് പിന്നെ ആ തരത്തിൽ എനിക്ക് ഒരു നേതൃത്വം കൊടുക്കേണ്ട ഒരു ആവശ്യകതയും വന്നായിരുന്നു. പിന്നെ നമ്മുടെ സീറോ മലബാർ സഭയിൽ അതുകൊണ്ട് CBC തലത്തിലൊക്കെ ഇക്യുമെനിസം ഇന്റർ റിലീജിയസ് അതിനൊരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പം അതിനുപരിയായിട്ട് ഞാൻ അല്ലാതെ തന്നെ ഈ ചുമതല ഇല്ലാത്ത സൈഡിൽ തന്നെ ഞാൻ ഇടവ സന്ദർശനം എൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിപാലന ശൈലിയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഇടവകളിൽ സന്ദർശിക്കാൻ പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെ ആ പ്രദേശത്തുള്ള ആ ഏരിയയിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും ലീഡേഴ്സിനെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. അത് എക്യുമെനിക്കൽ വിവിധ സഭാവിഭാഗങ്ങളിലും അതുപോലെ വിവിധ മതങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മ, അത് ഒരു സൗഹൃദ ഒരു സംഭാഷണം പോലെ ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കുക, അത് എനിക്ക് വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അവരും അത് വളരെ വ്യക്തം ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ചെറിയ ഒരു സമൂഹമാണെങ്കിൽ തന്നെ അവരുടെ ആ ലോക്കൽ ലീഡേഴ്സ് അവരെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവർ വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ വരുന്നത്. അതുകൊണ്ട് അത് എനിക്ക് വന്ന ഒരു മതാന്തര ബന്ധത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. ലോക്കൽ ആയിട്ട് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള ആ ലീഡേഴ്സുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അവരെ തമ്മിൽ ഒന്ന് യോജിപ്പിക്കുക. അത് രാഷ്ട്രീയം പലതായിരിക്കാം, മതം പലതായിരിക്കും, പക്ഷേ അതിനുപരിയായിട്ടൊരു കാഴ്ചപ്പാട്, ഒരു സൗഹൃദവും മനുഷ്യബന്ധങ്ങളെ വളർത്തിയെടുക്കാൻ അതെനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിതാവ് പറഞ്ഞല്ലോ, ആദ്യ കാലങ്ങളിൽ പ്രത്യേകിച്ചും പുളിങ്കുന്നും കുട്ടനാടും ആ ഏരിയയിലൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പാസ്റ്ററൽ സർവീസ് നടത്തുന്ന സമയത്ത് കണ്ണ് നിറയാനായിട്ട് പറ്റിയ കണ്ണീരണിഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ പാവപ്പെട്ട മനുഷ്യരുടെ. അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് വൈദികനായി ഞാൻ കുട്ടനാട്ടിലെ ഒരു പള്ളിയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്, കൈനഗിരി. അവിടെ ചെല്ലുമ്പോഴേക്കും ഒന്നാമത് യാത്രാ സൗകര്യമില്ല, തീരെ പാവപ്പെട്ടവരുണ്ടാകുന്നു, മീൻപിടുത്തക്കാരായിരിക്കുന്ന കുറേ പേർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അവർക്കൊരു പ്രോജക്റ്റ് പിന്നെ തയ്യാറാക്കുകയും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തൊഴിലാളികളുടെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വരാനും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനും ഒക്കെ ഇടവരുത്തി. അങ്ങനെ അതിനുവേണ്ടി ഞാൻ ഒത്തിരി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെ ഫലമായിട്ടാണ് പിന്നീട് അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കപ്പെട്ടത്. അതിനെ എന്നെ സഹായിച്ച എനിക്ക് ആ ഒരു കൺവിഷൻ, അതായത് ആ സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഞാനൊരു സെമിനാറിൽ സംബന്ധിക്കാൻ പോയായിരുന്നു. ഇതേക്കുറിച്ചുള്ള അവലോകനം, ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു അവലോകനം, അതെനിക്ക് ഒത്തിരി പിന്നെ കാഴ്ചപ്പാട് നൽകി. അത് ചൂഷണം എങ്ങനെ നടക്കുന്നു, സാധാരണക്കാരെങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടി. ആ ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് അതിപ്രസരം ഉണ്ടായിരുന്നു. യൂണിയനുകളുടെ ഇതിൻ്റെയൊക്കെ ബലിയാടുകളായി തീരുന്ന സാധാരണക്കാരായ കർഷകർ, അവരെ അതിൽ നിന്ന് ഉത്തേജിപ്പിക്കുക. അതിനുവേണ്ടിയായിരുന്നു ഈ മൂവ്മെന്റ്, തൊഴിലാളി പ്രസ്ഥാനമൊക്കെ, ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂവ്മെന്റ്. ഓക്കെ. അപ്പം പിതാവ് ഇപ്പോൾ ഈ ഒരു ഔദ്യോഗിക പദവിയൊക്കെ മാറി ഒരു വിശ്രമ ജീവിതത്തിലായിരിക്കുമ്പോൾ അങ്ങ് കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയുക. എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നമുക്ക് അംഗങ്ങളാകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്നൊരു അംഗീകാരമാണ്. കാരണം ഇതൊരു വിശ്വാസമാണല്ലോ, വിശ്വാസം ഒരു ദൈവദാനമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥം പകരുന്നത്, മനുഷ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. അപ്പം അത് നമുക്ക് കിട്ടി, ദാനമായിട്ട് കിട്ടി. അതേക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ ആൾക്കാർക്കുണ്ടാകണം. അപ്പം ഞാൻ എൻ്റെ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ സാധിക്കും. ആ അഭിമാനബോധം ചിലർക്കൊക്കെ ഇന്ന് ഇല്ലാതെ പോകുന്നുണ്ട്. തുറന്നു പറയാൻ പോലും ചിലർക്ക് മടിയാണ്. അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഒരു സ്വത്വബോധം ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിട്ടില്ല. നമുക്ക് അത് കൂടുതൽ നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു ബോധ്യം, നമ്മുടെ ആ ക്രിസ്തീയ വ്യക്തിത്വത്തെക്കുറിച്ച്, വിളിയെക്കുറിച്ച് അവെയറാവുകയും അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മൂല്യം അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിതാവെ, നമുക്ക് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു സമയമായി. ഇപ്പം നമ്മുടെ ശാലോം പ്രേക്ഷകരോടുള്ള പിതാവിൻ്റെ ഒരു സന്ദേശം. ശാലോം TV ചാനലിലെ വാസ്തവത്തിൽ ഒരു ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഒരു ആത്മീയ പ്രചോദനം ലഭിക്കാനിടയാകുന്നുണ്ട്. ഒത്തിരി കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. സഭാപരമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങളെ അറിവ് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പിന്നെ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ആൾക്കാരെ കാണാൻ താല്പര്യമുള്ള ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിലൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ വീട്ടിലിരുന്നു കൊണ്ട് ആ ഒരു
ആത്മീയ അന്തരീക്ഷത്തിൽ കഴിയാൻ സാധിക്കുന്നു. അതൊക്കെ ശാലോം TV-യുടെ വലിയൊരു സംഭാവനയാണ്, വലിയൊരു നന്മയാണ്. അതുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ആ രീതിയിൽ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു ആത്മീയ പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ എനിക്ക് അതേപ്പറ്റി പറയാം. പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയും ഒരു ആശീർവാദവും. കർത്താവായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ സംരംഭത്തെ ശാലോം TV-യുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിറഞ്ഞ് ഈ പ്രേക്ഷകർ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനിടയാകട്ടെ. നമ്മുടെ തായ്സോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. താങ്ക് യു പിതാവേ.